ഹലോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എലമെൻറ്റ് വൈസ് ടോട്ടൽ കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞല്ലോ. അതിൽ ഫസ്റ്റത്തെ മെറ്റീരിയൽ കോസ്റ്റാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റിക്ക് വരുമ്പം നമുക്ക് ഈ ചാപ്റ്ററിലായിട്ട് പഠിക്കാനുള്ളത് മെയിനായിട്ട് 3 ടോപ്പിക്കാണ്. അതായത് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത്, അത് നമ്മൾ സ്റ്റോറിൽ കീപ്പ് ചെയ്യുന്നത്, പിന്നെ അത് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നു, അത് വെയർ ഹൗസ് അല്ലെങ്കിൽ സ്റ്റോർ റൂമിൽ കീപ്പ് ചെയ്യുന്നു, എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷനിലോട്ട് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ആണ്. അതായത് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് 3 കോസ്റ്റാണ് വരിക. എന്തൊക്കെയാണ്? ബയ്യിങ് കോസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, പർച്ചേസ് കോസ്റ്റ്, പിന്നെ ഓർഡറിങ് കോസ്റ്റ്, പിന്നെ വരുന്നതാണ് ക്യാരിങ് കോസ്റ്റ്. അപ്പോൾ എന്താണ് ബയ്യിങ് കോസ്റ്റ് അല്ലെങ്കിൽ പർച്ചേസ് കോസ്റ്റ് എന്ന് വെച്ചാൽ, നമ്മളൊരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പേ ചെയ്യുന്ന ഒരു പ്രൈസ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പർച്ചേസ് കോസ്റ്റ് അല്ലെങ്കിൽ ബയ്യിങ് കോസ്റ്റ്. ഞാൻ മനസ്സിലായിട്ടില്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ വില, അതാണ് അതിൽ ചുരുക്കി പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ. അതായത് നമ്മളൊരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടി പേ ചെയ്യുന്ന പ്രൈസ് അത്ര ആലോചിച്ചാൽ മതി. അതാണെന്ത്, മെറ്റീരിയൽ അല്ലെങ്കിൽ പർച്ചേസ് കോസ്റ്റ് അല്ലെങ്കിൽ എന്ത്, ബയ്യിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5 രൂപയാണ് ഒരു യൂണിറ്റിന് കേട്ടോ. എന്നാൽ നമ്മളെ കമ്പനിക്ക് 5000 യൂണിറ്റ്സ് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ആയിരിക്കും ആ മെറ്റീരിയലിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ, 5000 യൂണിറ്റ്സ്, ഒരു യൂണിറ്റിന് 5 ആണെങ്കിൽ 5000 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, 5000 × 5 25000 എന്ന് കിട്ടും. ഓക്കെ, 25000 ആയിരിക്കും നമ്മളെന്ത് 5000 യൂണിറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5000 ഉണ്ടല്ലോ, അപ്പോൾ ഈ 25000ത്തിന് നമ്മൾ എന്തെന്ന് പറയാം, പർച്ചേസ് കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഉണ്ടല്ലോ, ഈ 5000 യൂണിറ്റ്സ് എന്ന് പറഞ്ഞല്ലോ, അത് നമുക്ക് പല രീതിയിൽ പർച്ചേസ് ചെയ്തൂടെ. അതായത് ഓരോ ഓർഡറിൽ ഒറ്റ പ്രാവശ്യം വാങ്ങിക്കൊണ്ട് 5000 യൂണിറ്റ്സ് ആണ് വാങ്ങുക. ഇനി അതല്ല 2500 യൂണിറ്റ്സ് വെച്ചിട്ട് 2 തവണ പോയിട്ട് വാങ്ങുക, 2 ഓർഡറിലായിട്ട്. ഓക്കെ, ഇനി അതല്ല 1000 യൂണിറ്റ്സ് വെച്ചിട്ട് 5 തവണ പോയി വാങ്ങിയൂടെ. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ ഒറ്റ തവണ ആയിട്ടോ എങ്ങനെയെന്ന് വെച്ചാൽ വാങ്ങാം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇനി നമുക്ക് ഓർഡറിങ് കോസ്റ്റിലോട്ട് പോകാം. അപ്പോൾ എന്താണ് ഓർഡറിങ് കോസ്റ്റ് എന്ന് വെച്ചാൽ, നമ്മൾ മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ വരുന്ന കോസ്റ്റാണ് എന്ത്, ഓർഡറിങ് കോസ്റ്റ്. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, പിന്നെ അതിൻ്റെ എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതിന് വരുന്ന കോസ്റ്റ്, അങ്ങനെയൊക്കെ വരും. നമ്മൾ പിന്നെ ഈ ഓർഡറിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യൽ എന്ത് ബേസിലാണ്, പെർ ഓർഡർ ബേസിലാണ് കേട്ടോ. ഓക്കെ, പെർ ഓർഡർ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓർഡറിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സൈസ് കൂടിയാൽ നമുക്ക് ഓർഡറിങ് കോസ്റ്റ് എന്ത് ചെയ്യും, കുറയും. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ ഓർഡറിങ് കോസ്റ്റ് എന്ന് വെച്ചാൽ സപ്പോസ് 1000 ആണെന്ന് വെക്ക്. ഓക്കെ, 1000 ആണെന്ന് വെക്കി. എന്നിട്ട് ഞാൻ 2 തരത്തിലാണ് ഓർഡർ ചെയ്യുന്നത്. അതായത് 1000 ആണല്ലോ നമ്മൾ ഓർഡറിങ് കോസ്റ്റ്. ഞാൻ 100 യൂണിറ്റ്സ് ഒരു ടൈമിലും അതേപോലെ തന്നെ 10 യൂണിറ്റ്സ് വേറൊരു ടൈമിലുമായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഓർഡർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓർഡറിങ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, 1000 ആണ്. ഞാൻ 100 യൂണിറ്റ്സും 10 യൂണിറ്റ്സും ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ, പെർ ഓർഡറിന് അല്ലെങ്കിൽ പെർ യൂണിറ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് വരും, പെർ യൂണിറ്റ് ഓർഡർ വരാൻ എത്ര കോസ്റ്റ് വരും നോക്കൽ എങ്ങനെ, 1000 ഡിവൈഡഡ് ബൈ ഞാൻ ഇവിടെ എത്രയാണ് യൂണിറ്റ്സ് ഓർഡർ ചെയ്യുന്നത്, 100 അല്ലേ. അപ്പോൾ ഞാൻ 100 എന്ന് വെച്ച്. അപ്പോൾ നമ്മൾ പെർ യൂണിറ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ കോസ്റ്റ് എത്രയാണ്, 100 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പം നമുക്ക് 10 വരുന്നത്. ഓക്കെ, എന്നാൽ ഇവിടെ എങ്ങനെയാണ് വരിക, പെർ യൂണിറ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ് 1000, 10 യൂണിറ്റ്സ് വെച്ചിട്ടാണെങ്കിൽ കട്ട് ചെയ്ത് പോയാൽ 100. അപ്പോൾ നോക്ക്, ഇവിടെ എന്താണ് ഇപ്പം മനസ്സിലായത്, നമ്മളെ ക്വാണ്ടിറ്റി 100 ആയ സമയത്ത് നമ്മളത് എന്താണ്, ഓർഡറിങ് കോസ്റ്റ് എത്രയാണ്, 10. എന്നാൽ ഞാൻ ക്വാണ്ടിറ്റി കുറഞ്ഞപ്പം, ക്വാണ്ടിറ്റി 10 കുറച്ചപ്പം 100 എന്ത്, ഓർഡറിങ് കോസ്റ്റ്. അതായത് ഓർഡറിങ് സൈസ് കൂടുന്ന സമയത്ത് നമ്മളെ ഓർഡറിങ് കോസ്റ്റ് എന്താവുന്നു, കുറയുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്, ക്യാരിങ് കോസ്റ്റ്. ക്യാരിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്. അതായത് ഇൻഷുറൻസ് ചാർജൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ഇനി ഇത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ക്യാരിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ഇയർ ബേസിലാണ്. ഓക്കെ, ഒരു യൂണിറ്റ് ഒരു വർഷം സ്റ്റോർ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് അല്ലെങ്കിൽ ക്യാരി ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് എന്ന ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്യാരിങ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക. ഓക്കെ, എന്നാലും ഇനി ഇവിടുത്തെ കൺസെപ്റ്റ് എന്താണ്, നമ്മളെ ക്വാണ്ടിറ്റി കൂടുമ്പം നമ്മളെ ക്യാരിങ് കോസ്റ്റും കൂടും. കാരണം നമ്മളെ സ്റ്റോർ റൂമിലൊക്കെ
അപ്പോൾ ഇതൊരു ചെറിയ സ്റ്റോർ റൂമായിരുന്നു. നമ്മളിവിടെ ഒരു ഏകദേശം ഇവിടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 100 യൂണിറ്റ്സ് സ്റ്റോർ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 100 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്ത് അവിടെ പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിക്കോളും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു 1000 യൂണിറ്റ്സ് ആണ് ഞാൻ ഇതിക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊള്ളുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒന്ന് വേറെ സ്റ്റോർ റൂം വാങ്ങുകയോ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഉള്ളത് ഒന്ന് ബിൽഡപ്പ് ചെയ്യുകയോ വേണ്ടി വരും. അപ്പം നമുക്ക് കോസ്റ്റ് കൂടല്ലേ. അപ്പോൾ സൈസ് കൂടുമ്പം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂടുന്ന സമയത്ത് നമ്മളെ ക്യാരിങ് കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഈ ക്വാണ്ടിറ്റിയുടെയും ക്യാരിങ് കോസ്റ്റ്, അതേപോലെ തന്നെ ക്വാണ്ടിറ്റിയും ഓർഡറിങ് കോസ്റ്റും ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രാഫിക്കലി നോക്കാം. അപ്പോൾ നോക്കേ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓർഡറിങ് കോസ്റ്റിൻ്റെ കാര്യം നോക്കേ. ഓർഡറിങ് കോസ്റ്റിൽ എന്താ നമ്മൾ പറഞ്ഞത്? സൈസ് കൂടുന്ന സമയത്ത് കോസ്റ്റ് കുറയും, ഓർഡറിങ് കോസ്റ്റ് കുറയും എന്നല്ലേ പറഞ്ഞത്. അപ്പം ഇവിടെ നോക്കേ, ഞാൻ ക്വാണ്ടിറ്റി 1 ഓർഡർ ചെയ്ത സമയത്ത് എൻ്റെ കോസ്റ്റ് C1 ആയിരുന്നു. ഞാൻ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടി. ഓക്കെ, ക്വാണ്ടിറ്റി കുറച്ച് എന്ത് ചെയ്തു? കൂട്ടി. Q2 മാറ്റി. ഓക്കെ, Q2 മാറ്റിയ സമയത്ത് എന്താ സംഭവിച്ചത് നോക്ക്. C1 എന്തായി? C2 കുറഞ്ഞില്ലേ? സൈസ് കൂടിയ സമയത്ത് കോസ്റ്റ് കുറഞ്ഞു. സൈസ് കൂടിയ സമയത്ത് കോസ്റ്റ് കുറഞ്ഞു. അതായത് ഓർഡറിങ് സൈസ് അല്ലെങ്കിൽ ഓർഡറിങ് ക്വാണ്ടിറ്റി കൂടിയ സമയത്ത് ഓർഡറിങ് കോസ്റ്റ് എന്തായത്? കുറഞ്ഞു. എന്നാൽ ക്യാരിങ് കോസ്റ്റിൻ്റെ കേസിൽ നോക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തത് Q1 ആയിരുന്നു. Q1 ആയ സമയത്ത് നമ്മളെ ക്യാരിങ് കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? C1 തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ക്വാണ്ടിറ്റി കൂട്ടിയ സമയത്ത് എന്ത് സംഭവിച്ചു? ക്വാണ്ടിറ്റി കൂട്ടി, Q1 നിന്ന് Q2 മാറ്റി. അപ്പം കോസ്റ്റ് എന്തായി? C1 നിന്നും C2 കൂടി. സൈസ് കൂടിയപ്പം കോസ്റ്റ് കൂടി. അപ്പോൾ ഇത്രയും പറഞ്ഞത് മെയിനായിട്ട് നമ്മൾ എന്ത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു? EOQ, അതായത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ള ടോപ്പിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്യാരിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഗ്രാഫ് വെച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്താണ് EOQ എന്ന് വെച്ചാൽ, നമ്മളെ EOQ ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ അറ്റ് വിച്ച് ബോത്ത് ഓർഡറിങ് കോസ്റ്റ് ആൻഡ് ക്യാരിങ് കോസ്റ്റ് ആർ മിനിമം. നമ്മളെ ഓർഡറിങ് കോസ്റ്റും ക്യാരിങ് കോസ്റ്റും ഏറ്റവും മിനിമത്തിലെത്തുന്ന ആ ഒരു പോയിന്റിലുള്ള റോ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? EOQ എന്ന് പറയാം. അതായത് നമ്മൾ ഈ ഗ്രാഫ് തന്നെ നോക്കി നോക്ക്. ഈ ഗ്രാഫിൽ ക്യാരിങ് കോസ്റ്റ് ഇങ്ങനെ കൂടുന്നത് കാണാം, ഓർഡറിങ് കോസ്റ്റ് ഇങ്ങനെ കുറയുന്നത് കാണാം. ഇവർ രണ്ടാളും കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റ്, അതായത് ഇവർ മിനിമം എത്തുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? EOQ. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ, ഈ ഒരു പോയിന്റിലുള്ള നമ്മളെ സൈസ്, ആ സൈസ് ഓഫ് റോ മെറ്റീരിയലിനെയാണ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? EOQ എന്ന് പറയാം. നമ്മളെ ഈ ഓർഡറിങ് കോസ്റ്റിനും ക്യാരിങ് കോസ്റ്റും ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷനാണ്. അതായത് ഓർഡറിങ് കോസ്റ്റ് കൂടുന്ന സമയത്ത് ക്യാരിങ് കോസ്റ്റ് കുറയും. അതിൻ്റെ ഒരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ് വെച്ച് നോക്കൂ. നമ്മൾ ഓർഡറിങ് കോസ്റ്റ് കൂടുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ സൈസ് കുറവായിരിക്കും. സൈസ് കുറയുക, അതായത് ക്വാണ്ടിറ്റി കുറവാണെന്നല്ലേ ഓർഡറിങ് കോസ്റ്റ് കൂടുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ ക്യാരിങ് കോസ്റ്റും കുറവായിരിക്കും. അതാണ് ഈ ഒരു റിലേഷൻ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി EOQൻ്റെ കമ്പ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ EOQ √2AO/C. A എന്ന് വെച്ചാൽ ആനുവൽ കൺസംഷൻ നമുക്ക് പല പേരിൽ പറയാം കേട്ടോ. റിക്വയർമെൻറ്റ്, ആനുവൽ റിക്വയർമെൻറ്റ്, ആനുവൽ യൂസേജ്, ആനുവൽ കൺസംഷൻ, പിന്നെ ആനുവൽ ഡിമാൻഡ്, ഇങ്ങനെയൊക്കെ പറയും. ഓക്കെ, ഇനി O എന്ന് പറഞ്ഞാൽ ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ. നമ്മൾ ഓർഡറിങ് കോസ്റ്റിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞു ഇത് ഇതിലാണ് കമ്പ്യൂട്ട് ചെയ്യുക? പെർ ഓർഡർ. ഇനി C എന്ന് പറഞ്ഞാൽ ക്യാരിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ഇയർ. ഒരു യൂണിറ്റ് ഒരു ഇയർ ക്യാരി ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റാണ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? EOQ, അതായത് ക്യാരിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും മിനിമം എത്തുന്ന ആ പോയിന്റിൽ നമ്മളെ സൈസ് ഓഫ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ റോ മെറ്റീരിയൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇത് ഇവർക്ക് മൂന്നാക്കും കൂടെ ഉള്ള റൂട്ടാണിത് മനസ്സിലാക്കുക. കാരണം ചിലവരെന്ത് ചെയ്യും? ഈ റൂട്ട് 2AO പറഞ്ഞിട്ട് C വേറെ തന്നെ ഇടും. ക്യാരിങ് കോസ്റ്റിനും കൂടെ ഉള്ള റൂട്ടാണിതെന്ന് മനസ്സിലാക്കണം. ഇനി EOQൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇല്ലുസ്ട്രേഷൻ 1 ആണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ക്വസ്റ്റ്യനിലുള്ളതൊന്ന് നോട്ടിൽ എഴുതിയെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ തന്നത്? നമ്മുടെ EOQ കണ്ടെത്താൻ പറഞ്ഞിട്ട് നമ്പർ ഓഫ് ഓർഡർ, എത്ര ഓർഡർ വേണ്ടി വരും എന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൺസംഷൻ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് അത് ആനുവൽ ആണോ എന്ന് മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് ഇക്വേഷനിൽ A എന്നുള്ള ആ ആനുവൽ കൺസംഷൻ കിട്ടുള്ളൂ. ആ ക്വസ്റ്റിൽ തന്നത് പെർ ആനു ആണെന്ന്. അത് 10,000 kg ആണ്. പിന്നെ ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ നമുക്ക് ഇക്വേഷനിൽ ആവശ്യമായിട്ടുള്ള തന്നെയാണ് തന്നത്. ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ 50 തന്നത്. ഇനി എന്താണ് കോസ്റ്റ് ഓഫ് kg ഓഫ് റോ മെറ്റീരിയൽ 2 തരാൻ കാരണം? അതേപോലെ തന്നെ സ്റ്റോറേജ് കോസ്റ്റ് എന്തുകൊണ്ടാണ് പെർസെൻറ്റേജിൽ തന്നത്? അതൊന്നും മനസ്സിലാക്കാനുണ്ട്. നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിലുള്ള
ടു നമുക്ക് ഓൾറെഡി അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എയും ഓയും നമുക്ക് ക്വസ്റ്റിൽ തന്നത്. സി നമ്മളെങ്ങനെ കണ്ടെത്തും? നമുക്കറിയാം ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ഇയർ അല്ലേ സി എന്ന് വെച്ചാൽ. അപ്പോൾ ഒരു റോ മെറ്റീരിയൽ, ഒരു kg റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റാണ് 2. 1 kg റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റാണ് 2. അപ്പോൾ നമുക്കറിയാം ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് കിട്ടി. പിന്നെ ഇത് പെർ ഇയറിലാണ്, പെർ ആനും ആണെന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ? ഈ പേഴ്സൻറ്റേജിൽ തന്നാൽ ഇത് പെർ ആനും ആണെന്ന് മനസ്സിലാക്കുക. അതും നമ്മളെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി അറിയോ? ഈ 2നെ നമ്മളെ കോസ്റ്റ് ഓഫ് kg ഓഫ് റോ മെറ്റീരിയലിൻ്റെ ഈ 2നെ 2 × 8% ചെയ്താൽ നമുക്ക് ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ഇയർ കിട്ടും. എങ്ങനെ കിട്ടുക നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഡയറക്റ്റ്ലി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. സി നമ്മളെങ്ങനെ കണ്ടെത്തും? 2ൻ്റെ 8% ചെയ്താൽ മതി. ഓക്കെ, അതെന്തുകൊണ്ടത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റല്ലേ നമുക്ക് തന്നത്. പിന്നെ ഇത് ഒരു വർഷത്തേക്കുള്ള നമ്മളെ സ്റ്റോറേജ് കോസ്റ്റാണ് തന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ഇയർ. ഓക്കെ, ഒരു യൂണിറ്റ് ഒരു വർഷം സ്റ്റോർ ചെയ്യാനുള്ള കോസ്റ്റാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യും? 2 × 8% 0.16 എന്ന് കിട്ടും. ഓക്കെ, 2.16 എന്ന് കിട്ടും. അത് നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നോക്കാം. √2 2 × 10,000 × 50 ഡിവൈഡഡ് ബൈ 0.16 ഈക്വൽ ടു അടിച്ച ശേഷം റൂട്ട് അടിക്കുക. അപ്പം നമുക്ക് 2500 kg എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ യൂണിറ്റ്സ് എന്ന് കിട്ടും. അപ്പം ഈ ഒരു ഓർഡറിലാണ് അല്ലെങ്കിൽ ഈ ഒരു സൈസിലാണ് നമ്മൾ എന്ത് ക്യാരിയിങ് കോസ്റ്റും അതേപോലെ തന്നെ ഓർഡറിങ് കോസ്റ്റും എന്താവുക മിനിമത്തിലെത്തുക. ഇത് മാത്രമല്ലല്ലോ നമ്മൾ കണ്ടെത്താൻ പറഞ്ഞത്, നമ്പർ ഓഫ് ഓർഡറും കൂടെ കണ്ടെത്താൻ പറഞ്ഞാണ്. അത് നമ്മളെങ്ങനെ ചെയ്യുക? ഈ 10,000 യൂണിറ്റ് എത്ര തവണയായിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് അതാണ് കണ്ടെത്താൻ പറഞ്ഞത്. അപ്പം ഇതാണ് നമ്മളെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ 2500 വെച്ചാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ എത്ര ഓർഡർ വേണ്ടി വരും? നമ്പർ ഓഫ് ഓർഡർ ഈക്വൽ ടു 10,000 ഡിവൈഡഡ് ബൈ 2500. 10,000 ഡിവൈഡ് ബൈ 2500 4 ഓർഡർ വെച്ചിട്ടാണ് അത് പ്ലേസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക.